മരിച്ചുപോയ ആളുകളെ ഓർക്കാൻ പാടുണ്ടോ? അനുശോചനങ്ങൾ നടത്താൻ പാടുണ്ടോ? സാധാരണ അനുശോചന യോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. മരിച്ചവരുടെ പേരിൽ ദ്വാരക്കാൻ പാടില്ല എന്ന്, ഓർക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അനുശോചന യോഗം നടത്താറുണ്ട് എന്നതൊരു സത്യമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഉദ്കുറൂ മഹാസിന മൗതാകും, നിങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ നന്മ നിങ്ങൾ പറയണമെന്നാണ്. ഒരിക്കൽ റസൂലുള്ളാഹിന്റെ മുമ്പിലൊരു മയ്യിത്ത് ഇങ്ങനെ കൊണ്ടുപോയി. സഹാബാക്കൾപ്പെട്ട ചില ആളുകൾ അയാളെ കുറിച്ച് നല്ലത് പറഞ്ഞു. നല്ലത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അയാൾ അങ്ങനെ തന്നെയാണ് ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ അടുത്ത്. അല്പസമയം കഴിഞ്ഞപ്പോൾ വേറൊരു മയ്യിത്ത് വഴിക്ക് കൊണ്ടുപോയി. സഹാബാക്കൾ അയാളെ കുറിച്ച് മോശം പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അയാൾ അതുപോലെ തന്നെയാണ് റബ്ബിന്റെ അടുത്ത്. അപ്പൊ മയ്യിത്തുകളെ കുറിച്ച്, മരിച്ചുപോയ ആളുകളെ കുറിച്ച് നല്ലത് പറയാമെന്നല്ല, ഉദ്കുറൂ മഹാസിന മൗതാകും, മരിച്ചുപോയ ആളുകളുടെ നന്മ നിങ്ങൾ പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സദുദ്ദേശത്തോടുകൂടെയും അവർക്ക് ദുആ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണെങ്കിൽ ആണ്ട് കഴിക്കാം, അനുശോചന യോഗങ്ങൾ നടത്താം, പ്രാർത്ഥനാ സദസ്സുകൾ സംഘടിപ്പിക്കാവുന്നതാണ്. എനിക്കോട്ടുള്ളൂ, ദുഃഖാചരണം പാടുണ്ടോ? ഈ വിഷയത്തിൽ ആരെങ്കിലുമൊക്കെ മരിച്ചാൽ കടകൾ അടക്കുക, കറുത്ത ബാഡേജ് ധരിക്കുക, ഇതൊന്നും ശരിയല്ല എന്ന് തുഹ്ഫയിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട്? മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിന്റെ വിധിയിൽ ക്ഷമിക്കുകയാണ് ചെയ്യേണ്ടത്. കടകളടച്ച് ദുഃഖാചരണം നടത്തുന്നത്, ബാഡേജ് അല്ലെങ്കിൽ കരിങ്കൊടി നാട്ടുന്നതൊന്നും ഇസ്ലാമികമായി ന്യായീകരിക്കാനുള്ള വക നമ്മൾ കാണുന്നില്ല. എങ്ങനെ? അയാളുടെ മരണത്തിൽ അള്ളാഹുവിന്റെ വിധിയിൽ ദുഃഖം രേഖപ്പെടുത്തിയാണ് അത് ചെയ്യുന്നത് എങ്കിൽ, മയ്യിത്ത് നമസ്കാരത്തിനുള്ള സൗകര്യത്തിനോ ആളുകൾക്ക് പോകാനോ ഒക്കെയുള്ള സൗകര്യത്തിന് വേണ്ടിയാണെങ്കിലോ അതിന്റെ കുഴപ്പവുമില്ല. കരിങ്കൊടി നാട്ടുന്നത്, കരിങ്കൊടി ദുഃഖത്തെ സൂചിപ്പിക്കാണല്ലോ, അപായത്തെയല്ല സൂചിപ്പിക്കുന്നത്. അതൊന്നും ഇസ്ലാമികമായി വ്യാഖ്യാനിക്കാൻ യാതൊരു വകയും നമ്മൾ കാണുന്നില്ല. തുഹ്ഫ 3-ാം ഭാഗത്തിൽ മഹാനായ ഇബ്നു ഹജർ തങ്ങൾ വളരെ വ്യക്തമായി ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ നാട്ടിൽ സർവ്വവ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ മയ്യിത്ത് നമസ്കാരം, സ്ത്രീകളുടെ മയ്യിത്ത് നമസ്കാരം. സ്ത്രീക്ക് മയ്യിത്ത് നമസ്കരിക്കാൻ പാടുണ്ടോ പാടില്ലേ? പല വീട്ടിൽ ചെന്നാലും അടിയും പിടിയൊക്കെ നടക്കുന്നത്. ഒരു കാര്യം ആ വിഷയത്തിൽ ഞാൻ തുഫയുടെ ഇബാറത്ത് വായിക്കുന്നില്ല, ഷറഹുൽ ബഹ്ജ, ഹാഷിയത്തുൽ ജമൽ ഒക്കെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഇബാറത്തുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്ത്രീയുടെ നമസ്കാരം കൊണ്ട് നിർബന്ധം വീടുകയില്ല. നിർബന്ധം വീടണമെങ്കിൽ പുരുഷൻ തന്നെ നമസ്കരിക്കേണ്ടതാണ്. ഇനി സ്ത്രീകൾ പുരുഷനൊപ്പമോ അല്ലെങ്കിൽ പുരുഷന്മാരുടെ നമസ്കാര ശേഷമോ ഒന്നും സ്ത്രീകൾ നമസ്കരിച്ചാൽ ആ നമസ്കാരം സുന്നത്തായി ഭവിക്കുകയും അവർക്ക് കൂലി ലഭിക്കുകയും ചെയ്യും. മയ്യിത്ത് ഉള്ള വീട്ടിൽ അടി നടത്തണ്ട എന്നർത്ഥം. അടിപിടി കൂടല പല സ്ഥലത്തും ചെന്നാൽ. നീ നിസ്കരിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യണ്ട, അവരെ നിർബന്ധിച്ച് പ്രേരിപ്പിക്കുകയും ചെയ്യണ്ട. അതിന്റെ മസ്അല ഇങ്ങനെയാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. അതേപോലെ മറ്റൊരു നാട്ടിൽ, സാധാരണ നാട്ടിലുള്ള ഒരു വിഷയമാണ്, മയ്യിത്ത് മരിച്ച വീട്ടിൽ പോയി വന്നാൽ പിന്നെ കുളിച്ചിട്ടേ വേറെ പണിയെടുക്കാറുള്ളൂ. ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല. കുളിക്കേണ്ടത് മയ്യിത്ത് കുളിപ്പിച്ചയാളാണ്. മയ്യിത്ത് കുളിപ്പിച്ച ആൾക്ക് മാത്രമേ കുളിക്കാൻ സുന്നത്തുള്ളൂ. അല്ലാത്തവർക്ക് കാല് പോലും കഴുകേണ്ടതില്ല. കാലിന് നജസായിട്ടെങ്കിലേ കഴുകണോ, കാല് പോലും കഴുകേണ്ടതില്ല എന്നർത്ഥം. കുളിപ്പിക്കാൻ സഹായിച്ച ആളുകൾ അവരെ പോലും കുളിക്കേണ്ടതില്ല. ഇനി മറ്റൊരു കാര്യം, മറഞ്ഞ മയ്യിത്തിന്റെ പേരിൽ കുട്ടികൾ നമസ്കരിക്കാൻ പാടുണ്ടോ? ചില പള്ളികളിലൊക്കെ അങ്ങനെ പറയാറുണ്ട്, കുട്ടികൾ നിസ്കരിക്കരുത് മറഞ്ഞ മയ്യിത്തിന്റെ പേരിൽ. മറഞ്ഞ മയ്യിത്തിന്റെ പേരിൽ നമസ്കരിക്കാൻ പറ്റുന്നവർ, ഇയാൾ മരിക്കുന്ന സമയത്ത് ആരാണോ പ്രായപൂർത്തിയായത് അവർക്കാണ് മയ്യിത്ത് അവർക്ക് അവരുടെ മറഞ്ഞ മയ്യിത്തിന്റെ മേലുള്ള അവരുടെ നമസ്കാരമേ സ്വീകാര്യമാവുകയുള്ളൂ. വേറെ ചില നാടുകളിലൊക്കെ മരിച്ച മയ്യിത്തിന്റെ കൂടെ ചെമ്പിന്റെ തകിടിലൊക്കെ എഴുതിയിട്ട് വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പൊ അതില്ല. പണ്ടുകാലത്ത് അങ്ങനെ ചില സ്വഭാവം ഉണ്ടായിരുന്നു. ഇലാഹി അനൽ അശി ഖലിയ മിനൽ ഇഹ്സാനി ഹബിൽ മസാവി ഫലാ ഫിഅലി ലി അഖ്വാലി മുനാസിബു വലാ ഖൗലി ലി അഫാലി മുസാവി കദൂബൻ ഖായിനൻ ലം ഊഫി അഹദാ വലം മുസദ്ദിഖ ബിമദ്മൂനി ദാവി. അങ്ങനെ ഇങ്ങ് വന്നിട്ട് ഫഇൻ തഗ്ഫിർ ഫഅൻത ലിദാക അഹ്ലു ഫഇല്ലാ ഫൽ ഉഖബതു മിൻ മസാവി. ഇങ്ങനെ എഴുതി വെക്കാറുണ്ടായിരുന്നു. ഇതിന് വല്ല അടിസ്ഥാനമുണ്ടോ? പല ആൾക്കാരും പറയാറുണ്ട് ഇങ്ങനൊക്കെയുള്ള പല അനാചാരങ്ങളും എടുത്തുപോയില്ലേ എന്നൊക്കെ പറയാറുണ്ട്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. ആരാ സൈനുദ്ദീൻ മഖ്ദൂം?
പ്രഗത്ഭനാണ്, ലോകപ്രസിദ്ധനാണ്. മഹാനവറുകൾ അജ്വിബത്തുൽ അജീബ എന്ന തന്റെ ഗ്രന്ഥത്തിൽ ഈ വിഷയം രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനവറുകൾ അദ്ദേഹത്തിന്റെ ഉസ്താദായിരുന്ന അബ്ദുൽ അസീസ് സംസമിയോട് ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞത്, അങ്ങനെ ശുദ്ധിയുള്ള വല്ലതിന്റെയും മേൽ എഴുതി വെക്കുന്നത് കൊണ്ട് തകരാറില്ല എന്നായിരുന്നു. ശുദ്ധിയുള്ള വസ്തുവിന്റെ മേൽ എഴുതുന്നതിൽ വല്ല തകരാറുമില്ല എന്ന് അജ്വിബത്തുൽ അജീബ എന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു സംശയം, മരണസംബന്ധമായൊരു വിഷയം. ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് കാണാനോ ഭാര്യ മരിച്ചാൽ ഭർത്താവിന് കാണാനോ പാടില്ല എന്ന് ചില നാടുകളിൽ പ്രചരിക്കാറുണ്ട്. അത് ശുദ്ധ അസംബന്ധമാണ്. മറ്റൊരു വിഷയം ഇതിനോട് ചേർത്ത് പറയാറുള്ളത്, ഒരാൾ മരിച്ചാൽ ഇപ്പൊ അങ്ങനല്ല, നേരെ ഓപ്പോസിറ്റാണ്. ഇപ്പം മരിച്ച വീട്ടിൽ ലൈസൻസ് ഇല്ലാതെ എല്ലാരും വന്ന് കാണും. ആണിനെ പെണ്ണും കാണും, പെണ്ണിനെ ആണും കാണും. വളരെ കണിശമായി മനസ്സിലാക്കൂ, മരിച്ചാൽ ആർക്കാണ് ആരെ കാണാൻ പറ്റുക? ഞാൻ ആയത്തും ഹദീസും ഓതാൻ സമയത്താത്തുണ്ടാവും. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ത്രീക്ക് പുരുഷന്മാരിൽ നിന്ന് ആരെയെല്ലാം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി ഞാൻ പറയാം, കെട്ടുബന്ധം ഹറാമായ ആളുകൾ, അതായത് വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ബന്ധമുള്ള രക്തബന്ധമുള്ള പുരുഷന്മാരെ ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ കാണാൻ പറ്റും. അതേ ആളുകളെ മാത്രമാണ് പുരുഷനാണ് മരിച്ചതെങ്കിൽ സ്ത്രീക്ക് കാണാൻ പറ്റുക. അതേപോലെ തന്നെയാണ് സ്ത്രീയാണ് മരിച്ചതെങ്കിൽ കെട്ടുബന്ധം ഹറാമായ ബന്ധത്തിലുള്ള സ്ത്രീകളാണെങ്കിൽ മാത്രമേ പുരുഷനെ കാണാൻ പാടുള്ളൂ. കണ്ട അണ്ടനും അടകോടനും മതവ്യത്യാസം പോലും ഇല്ലാതെ വന്നു കാണുന്ന സമ്പ്രദായമുണ്ട്. അത് വിശുദ്ധ ഇസ്ലാമിന്റെ പഠിപ്പിച്ച അധ്യാപനങ്ങൾക്കെതിരാണ്. മഹല്ലുകാർ ഉണരേണ്ടതാണ്, ഉസ്താദുമാർ ഉണരേണ്ടതാണ്. മഹല്ലത്തിൽ അതിന്റെ സത്യാവസ്ഥ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم.